പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് ശഅബാനിൽ റമദാന് വേണ്ടി തയ്യാറാവുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സുകളെ ശുദ്ധിയാക്കുക എന്നുള്ളത്. പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പായി നമ്മുടെ മനസ്സുകളെ എല്ലാ കറകളിൽ നിന്നും ശുദ്ധിയാക്കേണ്ടതുണ്ട്. അസൂയ, വിദ്വേഷം, പക, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്ന ശീലം, മറ്റുള്ളവരെ പറ്റി മോശമായി ചിന്തിക്കുന്ന ശീലം, ഇങ്ങനെയുള്ള മാനസികമായ ദുർഗുണങ്ങൾ, ഈ ദുർഗുണങ്ങളെല്ലാം റമദാന് മുമ്പ് നാം ഇല്ലാതെയാക്കുകയും ഈ ദുർഗുണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനായി റമദാന്റെ മുമ്പ് തന്നെ നാം പരിശീലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമദാൻ എന്നുള്ളത് വാരിക്കോരി അള്ളാഹു കരുണ നൽകുന്ന മാസമാണ്. കണക്കില്ലാതെ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന മാസമാണ്. അമലുകൾ ധാരാളമായി ചെയ്യാൻ അനുകൂലമായ അവസ്ഥയുള്ളൊരു മാസമാണ്. ഈ മാനസികമായ മോശമായ ദുർഗുണങ്ങൾ കാരണമായി അള്ളാഹുവിന്റെ കരുണയിൽ നിന്നും നാം തടയപ്പെട്ടു പോകുന്നതാണ്. ഈ ദുർഗുണങ്ങൾ കാരണമായി അള്ളാഹുവിൽ നിന്നുമുള്ള പശ്ചാത്താപം പോലും നഷ്ടപ്പെടാൻ കാരണമായി തീരുന്നതാണ്. ഈ ദുർഗുണങ്ങൾ കാരണമായി നമ്മുടെ അമലുകൾ നശിച്ചു പോകുന്നതും അത് അള്ളാഹു സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അതിനെല്ലാം ഉപരി പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കുന്നതിന്റെ പ്രയോജനം പോലും നഷ്ടപ്പെട്ടു പോകാൻ ഈ മാനസികമായ ദുർഗുണങ്ങൾ കാരണമായി തീരുന്നതാണ്. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് വെറും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കൽ മാത്രമല്ല, നേരെ മറിച്ച് നോമ്പിന് വലിയൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലുള്ള നോമ്പിന്റെ ലക്ഷ്യമായി പരിചയപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ ഓരോരുത്തരും ഭയഭക്തിയുള്ളവരായി തീരാൻ വേണ്ടിയാണ് അള്ളാഹു റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കിയിട്ടുള്ളത്. 30 ദിവസം നോമ്പ് നോറ്റ് കഴിയുമ്പോൾ അള്ളാഹുവിൽ ഭയഭക്തി ഉണ്ടായി തീരേണ്ടതുണ്ട്. നന്മയിൽ മുന്നേറാനും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കാനുമുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. ഈ മോശമായ മാനസിക ദുർഗുണങ്ങൾ കാരണമായി ഈ നോമ്പിന്റെ യഥാർത്ഥമായ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും അസൂയ, വിദ്വേഷം, പക, മറ്റുള്ളവരെ പറ്റിയുള്ള മോശമായ ചിന്തകൾ, പരദൂഷണം പറയുന്ന ശീലം, ഏഷണി, അപരാധം പറച്ചിൽ, ഇങ്ങനെയുള്ള എല്ലാ മോശമായ മാനസിക ദുർഗുണങ്ങളും ഈ ശഅബാനിൽ തന്നെ ഇല്ലാതെയാക്കുകയും അങ്ങനെയുള്ള ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ഇങ്ങനെയുള്ള ദുർഗുണങ്ങൾ ഇല്ലാതെയാക്കാനായി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്.